ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു റിപ്പോർട്ട് ഇന്നിപ്പോൾ ഡൽഹി പട്യാല കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ഭാരതത്തിൻ്റെ ഭൂപ്രദേശമായിട്ടുള്ള ദക്ഷിണ ഭാരതത്തെ, പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും ഒക്കെ അടങ്ങുന്ന ദക്ഷിണ ഭാരതത്തെ വെട്ടി വിഭജിക്കുവാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമം നടത്തിയെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. ഭാരതവും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ആ യുദ്ധത്തിനിടയ്ക്ക് ആഭ്യന്തര സംഘർഷമുണ്ടാക്കി ദക്ഷിണ ഭാരതത്തെ വെട്ടി വിഭജിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചു എന്നത് NIA റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, മുസ്ലിം യുവാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള മതസ്പർദ്ധ വളർത്തൽ, അതായത് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ക്ലാസുകൾ നൽകുകയും അതിലൂടെ ക്രിസ്ത്യൻ ഹിന്ദു യുവാക്കളെ വെറുക്കാനും അവരെ ആക്രമിക്കുവാനും വേണ്ടിയുള്ള ട്രെയിനിങ്ങും പരിശീലനവും ഈ ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നൽകി എന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ ഘട്ടത്തിൽ ഡൽഹി പട്യാല കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീകാന്ത് ഈ വളരെ ഗൗരവമുള്ള വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, നേരത്തെ തന്നെ ഈ PFIയെ നിരോധിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സംഘടന എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് അപകടകരമാണ്, നമ്മുടെ മതേതര സ്വഭാവത്തിന് അപകടകരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഇപ്പോൾ നിരോധനത്തിന് ശേഷവും ഈ സംഘടന വിഘടനവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നു എന്നാണോ ദേശീയ അന്വേഷണ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നത്? ഇന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ബന്ധപ്പെട്ട കേസ് പാട്യാല ഹൗസ് കോടതി പരിഗണിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ റിപ്പോർട്ട് എത്തുന്നത്. അതായത് കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ മലയാളികൾ അടക്കമുള്ളവർ ഭയത്തോടുകൂടി ജീവിക്കണം എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ പാട്യാല ഹൗസ് കോടതിയിൽ എത്തിയിട്ടുള്ളത്. അതിൽ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക്, ഇന്ത്യയുടെ നിലനിൽപ്പിന് നേരെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ അത് മുതലെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യ പിടിയിലാക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരുന്നു എന്ന് NIA ചൂണ്ടിക്കാണിക്കുന്നു. ആഭ്യന്തര കലാപം അഴിച്ചുവിട്ട് മുസ്ലിം ചെറുപ്പക്കാർക്കെതിരായി ക്ലാസുകൾ നൽകി ആഭ്യന്തര കലാപം അഴിച്ചുവിട്ട് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ അവർ ലക്ഷ്യമിട്ടു എന്നാണ് പറയുന്നത്. ഇതിനായി പരിശീലനങ്ങൾ നടന്നു, ഇതിനുള്ള സാക്ഷിമൊഴികളുണ്ട് എന്ന് NIA പറയുന്നു. മുസ്ലിം യുവാക്കളെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ തിരിച്ചു എന്നും പറയുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരായ കേസിനിടെയാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. നമ്മളടക്കം ജീവിക്കുന്ന കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടുകാരും SDPIക്കാരും ഇപ്പോഴും ഇതേ മനസ്ഥിതിയും ആയി ജീവിക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണം. അവരൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ NIA റിപ്പോർട്ട് നൽകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും രണ്ട് സംഘടനകളും, അതായത് SDPIയുമായി UDFും LDFും ബന്ധം സ്ഥാപിച്ചിരുന്നു പല സ്ഥലങ്ങളിലും എന്നുള്ളത് പരസ്യമായ രഹസ്യം കൂടിയാണ്. അതായത് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ തീരുമാനിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗം SDPI ഇപ്പോഴും സജീവമായി നമുക്കിടയിലുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു റിപ്പോർട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്നിപ്പോൾ ഡൽഹി പട്യാല കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ കേരളം അടങ്ങുന്ന ദക്ഷിണ ഭാരതത്തെ നമ്മുടെ രാജ്യത്ത് നിന്നും വെട്ടി വിഭജിക്കാൻ ഈ ജിഹാദി ശക്തികൾ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ക്ലാസുകൾ ഇവർ മുസ്ലിം ചെറുപ്പക്കാർക്ക് നൽകുന്നുവെന്നാണ് NIA ഈ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.